എന്തായാലും 10ാം ക്ലാസ് കഴിഞ്ഞു. ഇനി നമ്മൾ മിക്ക ആൾക്കാരും കേൾക്കാൻ പോകുന്ന കുറച്ച് വാക്കുകളുണ്ട്. ആ എൻട്രൻസ് എക്സാം, ഈ എൻട്രൻസ് എക്സാം, നീറ്റ് എൻട്രൻസ്, കീം എൻട്രൻസ്, ഓ മൈ ഗോഡ്, കുറേ എൻട്രൻസ് എക്സാം എൻ്റെ മക്കൾ കേൾക്കും. അപ്പോൾ എന്താണ് ഈ എൻട്രൻസ് എക്സാം? ചിലക്കാരൊക്കെ വിചാരിക്കും അത് വേറെ ഏതോ ഒരു യൂണിവേഴ്സ് അല്ലേ മാഷേ, അതൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? അയ്യോ, എൻട്രൻസ് എക്സാം ഏതാളും കപ്പാസിറ്റി ഒക്കെ എനിക്കുണ്ടോ? അങ്ങനെ നിങ്ങളുടെ കപ്പാസിറ്റി അളക്കുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാം നമുക്ക് എഴുതിയാലോ? സാർ ഇത് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി എഴുതണം, ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങളെ വീട്ടിലിരുന്ന് എജുപോർട്ടിൻ്റെ ആപ്പ് തുറന്ന് ആ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. ഈ ഒരു എൻട്രൻസ് എക്സാം വെറും ഒരു എൻട്രൻസ് എക്സാം അല്ല, ഇതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ സ്കോളർഷിപ്പ് ടെസ്റ്റ് കൂടിയാണ്. സാർ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം? ഞാൻ അങ്ങ് മൊത്തം പറഞ്ഞുതരാം, അതിന് മക്കളൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു എൻട്രൻസ് എക്സാം നടക്കാൻ പോകുന്നത് 21-ാം തീയതിയാണ്. ഏപ്രിൽ 21 ചൊവ്വാഴ്ച രാത്രി 7 മണി മുതൽ എജുപോർട്ടിൻ്റെ ആപ്പ് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. സാർ ഈ എക്സാം എഴുതിയാലുള്ള ഗുണം എന്താ? ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രൻസിൽ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. ആഹാ സാറേ, ഞാൻ എത്രത്തോളം ഇനി പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇത് എൻ്റെ എനിക്ക് പറ്റിയൊരു മേഖലയാണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് 2, നിങ്ങളുടെ അതിലെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ കൂടെ +1ഉം +2ഉം പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ റിപ്പീറ്റ് ഒന്നും ചെയ്യാണ്ട്, റിപ്പീറ്റ് ഒന്നും ചെയ്യാണ്ട് നീറ്റ് അല്ലെങ്കിൽ JEE കോഴ്സിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം. അതായത് നല്ല മാർക്ക് കിട്ടുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ബാക്കി മാർക്ക് കുറഞ്ഞതിനനുസരിച്ച് നിങ്ങൾക്ക് അതനുസരിച്ച് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. സോ എൻ്റെ മക്കൾ എന്തായാലും ഈ ഒരു എക്സാം ഒന്ന് എഴുതി നോക്കടാ. എഴുതുന്നതിന് പ്രത്യേകിച്ച് വല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ ഇതിൻ്റെ സിലബസ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഇംഗ്ലീഷ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് ആയിട്ടുള്ള സിലബസ്, മാത്സ് ആണെങ്കിൽ 2nd ഡിഗ്രി ഇക്വേഷൻ, ട്രിഗണോമെട്രി, പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്. ഇതാണ് നമ്മുടെ ഈ SSLC-ക്കാർക്കുള്ള ഈ ഒരു ടാലന്റ് എക്സാമിന്റെ മാത്സിന്റെ സിലബസ്. ബയോളജി ആണെങ്കിൽ ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ബിഹൈൻഡ് സെൻസേഷൻ, ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ. ഫിസിക്സ് ആണെങ്കിൽ ലെൻസ്, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ. കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ബേസിക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അരിത്തമെറ്റിക്, ആൾജബ്ര, ജിയോമെട്രി, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ് ഇല്ലടാ, സീരീസ്, കോഡിങ്, ഡീകോഡിങ്. അങ്ങനെ ആകെ 240 മാർക്കിൻ്റെ ഒരു എക്സാമാണ്. 60 മിനിറ്റ്, 1 മണിക്കൂർ നിങ്ങൾക്ക് എന്തുണ്ടാവും, സമയം ഉണ്ടാവും. സോ ഇതാണ് അതിൻ്റെ സിലബസ്. നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അതിലുള്ള റേഞ്ച് ഒന്ന് മനസ്സിലാവും. വേറെ എടുക്കും പോകേണ്ട ആവശ്യമില്ലല്ലോ, വേറെ ഏതെങ്കിലും എക്സാം ഹാളിലേക്കോ അങ്ങനെ ഒന്നും പോകണ്ട. നിങ്ങളെ വീട്ടിലിരുന്ന് എഴുതാൻ പറ്റുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു മുടക്കം അതിനുണ്ടാവില്ല. ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ 1ാമത്തെ കമൻറ്റിൽ തന്നെ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിന് മലയാളം മീഡിയക്കാരുടെ സിലബസ് ഇവിടെ ഉണ്ട്. മാത്സ് ആണെങ്കിൽ രണ്ടാകൃതി സമവാക്യങ്ങൾ, ത്രികോണമിതി, ബഹുപദങ്ങളും സമവാക്യങ്ങളും. ബയോളജി ആണെങ്കിൽ ജീവന്റെ ജനിതകം, സംവേദനങ്ങൾക്കു പിന്നിൽ, പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. ഫിസിക്സ് ആണെങ്കിൽ ലെൻസുകൾ, വൈദ്യുതിയുടെ കാന്തിക ഫലം, വൈദ്യുതോർജ്ജം, ഉപഭോഗവും സംരക്ഷണവും. കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, വാതക നിയമങ്ങളും, മോൾ സങ്കല്പവും. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാവർക്കും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി അഥവാ CBSE-കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ സിലബസ് ഇതാണ്. മാത്സ് ആണെങ്കിൽ പോളിനോമിയൽസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. ആൻഡ് ബയോളജി ആണെങ്കിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ്, ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ. ഫിസിക്സ് ആണെങ്കിൽ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. കെമിസ്ട്രി ആണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു സിലബസ് ആയിട്ടുണ്ടാവുക. സോ ഇതിൻ്റെ മക്കളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ 21-ാം തീയതി രാത്രി 7 മണിക്കാണ് നമ്മൾ എക്സാം എജുപോർട്ടിൻ്റെ ആപ്പ് വഴിയായിരിക്കും. സോ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും നമുക്കൊന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് എൻട്രൻസ് എക്സാം ഉണ്ടാവുക. ഇനി അഥവാ ഞാൻ പറഞ്ഞില്ല, ഒന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പാഠങ്ങളാണ്, അതൊന്ന് പൊടി തട്ടി നോക്കാം. എന്തായാലും വെറുതെ ഇരിക്കുകയല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ നമുക്ക് മനസ്സിലാവും നമ്മുടെ റേഞ്ച് എന്താ. ആൻഡ് നമുക്ക് നല്ല റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് കിട്ടൂടാ. അതൊക്കെ വെറുതെ വേസ്റ്റ് ആക്കരുത്. ഇങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമും ഓരോ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഓഫർ തരുമ്പം അത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. സോ വേഗം കമൻറ്റ് ബോക്സിൽ 1ാമത്തെ കമൻറ്റുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ എക്സാമിന് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ഉഷാറാക്കാം. ബൈ.